Hello, Maklaya. Good morning. Today we are discussing our chapter that is nuclear chemistry. Okay. നമ്മൾ വളരെ ഫസ്റ്റ് തന്നെ സാർ എന്ത് ചെയ്യുക ചാപ്റ്ററിലേക്ക് കിടക്കുകയാണേ. നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രിയാണ് പഠിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പഠിക്കാൻ ഇഷ്ടമുള്ള ഒരു ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു ന്യൂക്ലിയർ കെമിസ്ട്രി. അല്ലെ, നമ്മൾ എന്തിനാണ് ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ മക്കളെ, ന്യൂക്ലിയർ കെമിസ്ട്രി ആ വാക്കിൽ തന്നെ ഉണ്ട്. ന്യൂക്ലിയസിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അല്ലേ, ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് നിങ്ങൾക്ക് ബേസിക് കൺസെപ്റ്റ് അറിയാം. എന്താ നിങ്ങൾക്ക് അറിയാവുന്നത്? ആറ്റത്തിന് റൂദർഫോർഡ് ജെ തോംസൺ പറഞ്ഞു. എന്താ ജെ തോംസൺ പറഞ്ഞത്? ഒരു പ്ലം പുഡിംഗ് മോഡൽ അല്ലേ, ഒരു പ്ലം ആണ്, തണ്ണി മത്തങ്ങ പോലെയാണ് ഉണ്ടാവുക. മത്തങ്ങേൻ്റെ ചോപ്പ് അതാണ് അതിൻ്റെ പോസിറ്റീവ് ചാർജ് മുഴുവനായിട്ടും വിന്യസിച്ച് കിടക്കുന്നത്. അതിനകത്ത് വത്തക്കൻ്റെ കുരു കിടക്കുന്ന പോലെ ചില നെഗറ്റീവ് ചാർജ് ഇങ്ങനെ കിടക്കുന്നു എന്ന് പറഞ്ഞു. ആ മോഡലിൽ നിന്ന്, ഈ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ എന്തിലേക്ക് മാറിയത്? ഇന്ന് കാണുന്ന തരത്തിലുള്ള ആറ്റത്തിലേക്ക് മാറിയത്. ഇന്ന് കാണുന്നതിനകത്ത് നമ്മൾ കണ്ടു സെൻട്രലൊരു ചെറിയൊരു കോറുണ്ട് അല്ലേ, സെൻട്രലൊരു ചെറിയൊരു കോറുണ്ട്. ആ കോറിനെ അവർ ന്യൂക്ലിയസ് എന്ന് വിളിച്ചു. ന്യൂക്ലിയസിന് ചുറ്റുമാണ് എന്തുള്ളത്? ഷെല്ലുകൾ കാണുന്നു, ഓർബിറ്റലുകൾ കാണുന്നു. അതിനകത്താണ് ആര് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? ഇലക്ട്രോൺസ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ആറ്റം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഷെല്ലുകളെ കൺസിഡർ ചെയ്യുന്നുണ്ടോ ന്യൂക്ലിയർ കെമിസ്ട്രി എന്നുള്ള ചാപ്റ്ററിൽ? ഇല്ല, നമുക്ക് ഷെല്ലുകളിൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഇലക്ട്രോൺസിനെയോ ഇല്ല, നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഇല്ല. ന്യൂക്ലിയർ, ദ വേർഡ് ന്യൂക്ലിയസ് കണ്ടോ, ന്യൂക്ലിയർ മീൻസ് ന്യൂക്ലിയസ്. വി ആർ ഇൻട്രസ്റ്റഡ് ടു സ്റ്റഡി the nucleus of an atom. What happens when the nucleus of an atom, so what happens when we applying or when we giving certain conditions or certain radiation. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, റേഡിയേഷനൊക്കെ എത്തുന്നില്ല. അപ്പം വാട്ട് ഹാപ്പൻസ് ഇൻ ദ ന്യൂക്ലിയസ്, അതാണ് നമ്മുടെ ഇൻട്രസ്റ്റ്. സോ അതാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ന്യൂക്ലിയസിന് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ന്യൂക്ലിയസിൽ എന്താ ഉള്ളത് നമ്മൾ അറിയണ്ടേ. സോ നമ്മൾ ന്യൂക്ലിയസ് മാത്രം എടുക്കുകയാണേ. ഞാൻ ഇലക്ട്രോണിനെയും ഷെല്ലിനെയും മായ്ച്ചു. ഞാൻ ന്യൂക്ലിയസിനെ മാത്രം കൺസിഡർ ചെയ്തു. നമ്മൾ ന്യൂക്ലിയസിനെ മാത്രം ഫോക്കസ് ചെയ്തു. സോ ന്യൂക്ലിയസിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആറ്റത്തിൻ്റെ മാസ്, ദ ഹോൾ മാസ് ഓഫ് ആൻ ആറ്റം വെയർ കോൺസെൻട്രേറ്റഡ് ടു ദ സെൻറ്റർ ഓഫ് ആൻ ആറ്റം ആൻഡ് ദാറ്റ് സെൻറ്റർ ഈസ് കോൾഡ് വാട്ട്? ന്യൂക്ലിയസ്. വാട്ട് ഈസ് ദ ചാർജ് ഓഫ് ന്യൂക്ലിയസ്? പോസിറ്റീവ് ചാർജ് അല്ലേ. ഹോൾ ദ പോസിറ്റീവ് ചാർജ് വെയർ കോൺസെൻട്രേറ്റഡ് ടു ദ സെൻറ്റർ. ഓക്കെ, ആ പോയിൻറ്റിനെയാണ് ന്യൂക്ലിയസ് എന്ന് റൂദർഫോർഡ് വിളിച്ചത്. സോ ആ ന്യൂക്ലിയസിൻ്റെ പോയിൻറ്റിൽ രണ്ടാളുകളാണ് നമുക്ക് മെയിനായിട്ട് കാണാൻ പറ്റുന്നത്. ആരൊക്കെയാണ്? പോസിറ്റീവ് ചാർജായിട്ടുള്ള പ്രോട്ടോണുകളും അതുപോലെ തന്നെ ന്യൂട്രൽ ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണുകളും. അപ്പോഴാകുമ്പോൾ മാത്രമല്ലേ പിന്നെ പോസിറ്റീവ് ചാർജ് തന്നെ ന്യൂക്ലിയസ് ഉണ്ടാകുള്ളൂ. നോക്കൂ, ഒരു പ്ലസ്സും ഒരു ചാർജൊന്നും ഇല്ലാത്ത ആളും കൂടി തമ്മിലാകുമ്പോഴല്ലേ അതിന് പോസിറ്റീവ് ചാർജ് ആവുള്ളൂ. ഒരു പ്ലസ്സും ഒരു മൈനസും കൂടി വന്നു കഴിഞ്ഞാൽ, ഒരു പ്ലസ്സും ഒരു നെഗറ്റീവും കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിട്ട് പോകും? ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്ത് പോലെ, അടിച്ചു പോലെ. അപ്പം ചാർജ് ഉണ്ടാവും, ന്യൂട്രൽ ആവുമല്ലേ ചെയ്യാം. സോ ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ ഏത് കണ്ടീഷൻ ഉപയോഗിക്കണം? ഒരെണ്ണം പ്രോട്ടോൺ എന്ന് പറയുന്ന സ്പീഷീസിന് ചാർജ് പോസിറ്റീവ് ചാർജ് ഉള്ളതും പിന്നെ ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുമേ ഇവിടെ വരാൻ പാടുള്ളൂ, നമ്മുടെ ന്യൂക്ലിയസിൽ വരാൻ പാടുള്ളൂ. അപ്പം നമ്മൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയസിനകത്ത് നമ്മൾ കണ്ടു ചാർജുള്ള ന്യൂട്രോണുണ്ട്, അതുപോലെ ചാർജുള്ള പ്രോട്ടോണുണ്ട്, ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുണ്ട്. ഓക്കെ, ഈ രണ്ടാളുകളെയും, അതായത് ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഈ ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂക്ലൈഡ്. നമ്മൾ വിളിക്കുക ന്യൂക്ലൈഡ് അല്ലെങ്കിൽ ന്യൂക്ലിയൈഡ് എന്ന് വിളിക്കുക നമ്മളവരെ. അപ്പോൾ എന്താണ് ഈ ന്യൂക്ലിയൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ആളുകളെ വിളിച്ച പേരാണ് ന്യൂക്ലിയൈഡ്സ്. അപ്പോൾ നമുക്കൊരു ആറ്റത്തെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തു മതി? ശരിക്കും ഒരു ആറ്റത്തെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി എക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു എലമെൻറ്റ്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്നത് അതിൻ്റെ പ്രോട്ടോണുകളും അതിൻ്റെ ന്യൂട്രോണിൻ്റെ എണ്ണവും മതി. പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? നമ്പർ ഓഫ് പ്രോട്ടോൺ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ. അപ്പോഴാണ് ആറ്റം ന്യൂട്രൽ ആയത്. ഇലക്ട്രിക്കലി ന്യൂട്രലാണ് ആറ്റം. നമ്പർ ഓഫ് പ്രോട്ടോൺ ഈക്വൽ ടു നമ്പർ ഓഫ് ന്യൂട്രോൺ, ദാറ്റ് ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ സെഡ് അല്ലേ. അതെന്തിന് ഈക്വലാണ്? അറ്റോമിക് നമ്പറിന് ഈക്വലാണ്. നിങ്ങൾക്ക് അറിയാം, അത് അറ്റോമിക് നമ്പറിന് ഈക്വലാണത്. അറ്റോമിക് നമ്പർ സെഡ് എന്നാണ് നമ്മൾ സാധാരണ നമ്മൾ യൂസ് ചെയ്യുക അറ്റോമിക് നമ്പറിന്. അപ്പോൾ എന്താണത്? പ്രോട്ടോണുകളുടെ എണ്ണം. സോ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ.
നമ്പർ ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ, നോർമൽ ആറ്റത്തിൻ്റെ കേസിലാണ്. അപ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു അറ്റോമിക് നമ്പർ ഓഫ് ആൻ എലമെൻറ്റ്. Then the mass of this one, that is proton and neutron, mass of proton and neutron is the mass of an atom, and that is called what? Mass number A. Mass number is represented by A, and which is calculated by using mass of number of proton plus number of neutron. Number of proton plus number of neutron is the mass number of an atom. അപ്പോൾ ശരിക്കും ആറ്റത്തിൻ്റെ മാസ് മുഴുവൻ എവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? ന്യൂക്ലിയസിൽ. സോ വാട്ട് ഈസ് ദ മാസ് ഓഫ് ആൻ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആൻഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ, ഇതിൻ്റെ എണ്ണമാണ്, ഇതിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് ആണ് എന്ത്? ഒരു ആറ്റത്തിൻ്റെ മാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ എന്താണ് ഇപ്പോൾ ന്യൂക്ലിയർ കെമിസ്ട്രി എന്നൊരു ഐഡിയ കിട്ടില്ല നിങ്ങൾക്ക്? എന്താ ന്യൂക്ലിയർ കെമിസ്ട്രി? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയൈ, ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ന്യൂക്ലിയൈ ആൻഡ് ചേഞ്ചസ് ഇൻ ദ ന്യൂക്ലിയൈ. എന്താണ് ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ദ ന്യൂക്ലിയൈ ആൻഡ് ചേഞ്ചസ് ഇൻ ദ ന്യൂക്ലിയൈ. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ന്യൂക്ലിയർ കെമിസ്ട്രി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, റെഡിയായ മക്കളെ? സംശയം ഉണ്ടോ ആർക്കെങ്കിലും? അടുത്ത പാർട്ടിലേക്ക് നമുക്ക് പോകാം. നിങ്ങൾ പ്ലസ് ടുവിന് പഠിച്ചിട്ടുണ്ടാകും ഐസോടോപ്സ്, ഐസോബാർ ആൻഡ് ഐസോട്ടോൺസ് അല്ലേ? 3 കാര്യങ്ങൾ: ഐസോടോപ്പ്, ഐസോബാർ ആൻഡ് ഐസോട്ടോൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഐസോടോപ്പ്, ഐസോബാർ ആൻഡ് ഐസോട്ടോൺസ്. എന്താണ് ഐസോടോപ്സ് എന്ന് പറഞ്ഞാൽ? എല്ലാവർക്കും അറിയാം. ന്യൂക്ലിയർ ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഐസോടോപ്പ് അറിയാത്തൊരു പഠിച്ചോളൂ. ഐസോടോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ടോപ്പ്. ഇപ്പോൾ നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ പ്രോട്ടോൺ, ദാറ്റ് ഈസ് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. നോക്ക്, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇതാണ് 3 ആളുകൾ. ഇതിനകത്ത് ഒരു പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. എന്താ നോക്കിയേ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അറ്റോമിക് നമ്പർ സെയിം ആണ് അല്ലേ? അറ്റോമിക് നമ്പർ 111 ആണ്. അറ്റോമിക് നമ്പറാണ് അപ്പോൾ നമുക്ക് എന്ത് തീരുമാനിക്കുന്നത്? ഒരു കോമ്പൗണ്ടിൻ്റെ കോമ്പൗണ്ട് ഏതാണെന്ന് തീരുമാനിക്കുക, എലമെൻ്റ് ഏതാണെന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ പറഞ്ഞത്? ഇവിടെ എന്തിനാണ് വ്യത്യാസം വന്നാൽ മാസ് നമ്പർ മാറി. ആദ്യത്തെ കേസിൽ മാസ് നമ്പർ 1, രണ്ടാമത്തെ കേസിൽ മാസ് നമ്പർ 2, അടുത്ത കേസിൽ മാസ് നമ്പർ 3. മാസ് നമ്പറിന് മാറ്റം വന്നു, എന്നാൽ അറ്റോമിക് നമ്പർ എന്താണ്? സെയിം തന്നെയാണ്. ഇതിൻ്റെ അറ്റോമിക് നമ്പർ സെയിം ആണ്. പക്ഷേ ഇവിടെ നോക്കൂ, എലമെൻറ്റിൻ്റെ സിമ്പിൾ എഴുതി നോക്കൂ, എച്ച് തന്നെയാണ് എഴുതിയത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അറ്റോമിക് നമ്പറാണ് ഏതാണ് എലമെൻ്റ് എന്ന് തീരുമാനിക്കുന്നത്. ഒരു അറ്റോമിക് നമ്പറുള്ളെന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ ആണ് എന്തിനെ തീരുമാനിക്കുന്നത്? എലമെൻ്റ് ഏതാണ് തീരുമാനിക്കുന്നത്? ഒരു ന്യൂക്ലിയസിൽ, ആദ്യത്തെ ന്യൂക്ലിയസിൽ ഒരൊറ്റ പ്രോട്ടോണേ ഉള്ളുവെങ്കിൽ ആ എലമെൻ്റ് ഏതാണ്? ഹൈഡ്രജനേ ആവുള്ളൂ. ഒരാറ്റത്തിനുള്ളിൽ ഒരു പ്രോട്ടോണേ ഉള്ളുവെങ്കിൽ അതെന്തായി? ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ എണ്ണം ഇവിടെ ഫിക്സ്ഡ് ആണ്. 1 അറ്റോമിക് നമ്പർ ഫിക്സ്ഡ് ആണ്. 1 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള എലമെൻ്റ് ഏത് മാത്രമേ ഉള്ളൂ? ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതിനെന്താ വ്യത്യാസം വന്നത്? അതിൻ്റെ മാസ് നമ്പറിൽ വ്യത്യാസം വന്നു. അവിടെ നോക്കൂ, നമുക്കറിയാം ന്യൂക്ലിയസിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ന്യൂട്രോണും പ്രോട്ടോണുമാണ്. പ്രോട്ടോൺ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ആരായിരിക്കും മാറുക? അതിനകത്ത് ന്യൂട്രോണിൻ്റെ എണ്ണം മാറുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണ് നമുക്ക് പറയാം. അപ്പം മാസ് നമ്പർ മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ന്യൂട്രോണിൻ്റെ എണ്ണം മാറിയെന്ന് അതിൻ്റെ അർത്ഥം. ഐസോടോപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പിൽ മാറ്റം. കണ്ടോ? അങ്ങനെ ഓർത്തു വെക്കാൻ ഇത്രയേ ഉള്ളൂ. ഐസോടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിൽ മാറ്റം, അടിയിൽ സെയിം. അത് ഓർക്കണ്ട, ഏതെങ്കിലും ഒന്ന് ഓർത്താൽ മതി. അപ്പോൾ ഐസോടോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയൈഡ് ഹാവിങ് സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി എന്തായിരിക്കും മക്കളെ? ഇതിന് ആറ്റം സെയിം ആണല്ലേ? ഹൈഡ്രജൻ എന്നുള്ള ആറ്റം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി ഇതിന് സെയിം ആയിരിക്കും. പ്രോട്ടിയത്തിൻ്റെയും ഡ്യൂട്ടീരിയത്തിൻ്റെയും ട്രിഷ്യത്തിൻ്റെയും കെമിക്കൽ പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. എന്നാൽ അതിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയും റേറ്റ് ഓഫ് റിയാക്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും. Here the protium shows certain physical property that will not show deuterium because they are difference in their mass number. അതുകൊണ്ട് തന്നെ but the chemical properties of this all these 3 isomers, all the isomers of hydrogen atoms are same or identical. മനസ്സിലായോ പറഞ്ഞത്? Okay, clear? So they have different physical properties and rate of reactions but have show similar in chemical property. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ 3 ആളുടെ കേസിലും പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ 0, ഈ ഒരു കേസിൽ 1,
ഈ ഒരു കേസിൽ 2. ഇതാണ് നമ്പർ ഓഫ് ന്യൂട്രോൺ. എങ്ങനെ കണ്ടുപിടിച്ചെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ നിങ്ങളെ മോശമാക്കുന്നില്ല, അത് വീണ്ടും പറയുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ഐസോബാറിലേക്ക് കിടക്കുന്നു. വാട്ട് ഈസ് ഐസോബാർ? നേരെ ഓപ്പോസിറ്റ്. ഇപ്പോൾ ഇവിടെ ആരാ സെയിം ആയത്? അറ്റോമിക് നമ്പറാണ് സെയിം ആയത് അല്ലേ? ഐസോബാറിലേക്ക് വരുമ്പം ഏതായിരിക്കും സെയിം ആവുക നിങ്ങൾക്കറിയോ? ഐസോബാറിലേക്ക് വരുമ്പോൾ നമ്മൾ സെയിം ആവുന്നത് മാസ് നമ്പർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ പറയാൻ പറ്റുക? ന്യൂക്ലിയൈഡ്സ് ഹാവിങ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. ന്യൂക്ലിയൈ ഹാവിങ് സെയിം മാസ് നമ്പർ ബട്ട് ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ. കിട്ടിയോ? അപ്പോൾ എന്താ മോനെ സംഭവിച്ചു നോക്കൂ. ഡിഫറെൻറ്റ് അറ്റോമിക് നമ്പർ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പൗണ്ട് തന്നെ മാറി, എലമെൻ്റ് തന്നെ മാറിപ്പോയി. നമുക്ക് നോക്കാം. എക്സാമ്പിൾ നോക്കി നോക്കാം. ആർഗൺ 1840, ഓക്കെ, പൊട്ടാസ്യം 1940 ആൻഡ് കാൽഷ്യം 2040. നോക്കിയേ, ഈ പറഞ്ഞ എലമെൻറ്റ്സിലൊക്കെ തന്നെ ദ മാസ് നമ്പർ ഈസ് 40 ബട്ട് ദ അറ്റോമിക് നമ്പർ ഈസ് ഡിഫറെൻറ്റ്, 18, 19, 20. അപ്പം ഈ അറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ദ ഹോൾ എലമെൻറ്റ് ഈസ് ഓൾസോ വെർ ചേഞ്ച്ഡ്. ഇഫ് atomic number 18, the element is argon. If it is 19, atomic number is 19, the element is not an argon, the element is a potassium. Okay. In 20, atomic number 20, element is not argon, not potassium, element is calcium. സോ 20 അറ്റോമിക് നമ്പറുള്ള ഒരൊറ്റ സ്പീഷീസ് അത് കാൽഷ്യം മാത്രമാണ്. അപ്പോൾ അറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ ഓരോ എലമെൻറ്റ് കാണിക്കുന്ന സ്വഭാവമാണോ വേറൊരാൾ കാണിക്കുന്ന, നിങ്ങളുടെ സ്വഭാവമാണോ വേറൊരാൾ കാണിക്കുന്ന സ്വഭാവം നിങ്ങളുടെ ഫ്രണ്ട് കാണിക്കുന്നതല്ല, അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എലമെൻറ്റ്സ് മാറുന്നതിനനുസരിച്ച് അതിൻ്റെ കെമിക്കൽ പ്രോപ്പർട്ടി മാറ്റം വരും. പിന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടി പറയേ വേണ്ടാലോ. സോ ബോത്ത് ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആർ ഡിഫറെൻറ്റ്. മനസ്സിലായല്ലോ പറഞ്ഞത്? സോ ഇതാണ് ഐസോബാർസ്. ഒരു മുമ്പ് ഐസോട്ടോൺസ്. ഐസോട്ടോൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാര്യം, ന്യൂക്ലിയൈഡ്സിനകത്ത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ വന്നു കഴിഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത്, ഇപ്പോൾ ഇത് നോക്കിയേ നിങ്ങൾ, എന്താ ഇതിൻ്റെ വ്യത്യാസം? ഐസോട്ടോണും ഐസോട്ടോപ്പും നമ്മളെ വ്യത്യാസം എന്താ നോക്കിക്കഴിഞ്ഞാൽ, ഇതിനകത്ത് അറ്റോമിക് നമ്പർ സെയിം ആണല്ലേ, അറ്റോമിക് നമ്പർ സെയിം ആണ്. എന്നാലോ അറ്റോമിക് നമ്പർ സെയിം ആണ്, എന്നാലോ ഇതിൻ്റെ മാസ് നമ്പർ പിന്നെ വ്യത്യാസമായില്ലേ? മാസ് നമ്പർ വ്യത്യാസം ഞാൻ പറഞ്ഞു. പ്രോട്ടിയം ആകുന്ന കേസിൽ H11, പ്രോട്ടിയം ആകുന്ന കേസിൽ ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളുടെ അടുത്ത്, പ്രോട്ടിയത്തിനകത്ത് നമ്പർ ഓഫ് ന്യൂട്രോൺ 0 ആണ്. ഡ്യൂട്ടീരിയത്തിനകത്ത് നമ്പർ ഓഫ് ന്യൂട്രോൺ 1 ആണ്. ട്രിഷ്യത്തിനകത്ത് നമ്പർ ഓഫ് ന്യൂട്രോൺ 2 ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണം ഇതിനകത്ത് സെയിം ആണോ? അല്ല, വ്യത്യാസമാണ്. മനസ്സിലായില്ലേ? സോ ഇതാണ് ഐസോടോപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഐസോട്ടോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രോണുകളുടെ എണ്ണമായിരിക്കും തുല്യം. നമുക്കതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. നമുക്കിങ്ങനെ ഒരു സ്പെസിഫിക് എക്സാമ്പിൾ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഇതിപ്പോൾ നമുക്ക് ഒന്ന് എഴുതി കാണിക്കാൻ പറ്റില്ല. നമ്മൾ ന്യൂട്രോണിനെ കണ്ടുപിടിക്കണം. സോ നമ്മൾ അതിനകത്തൊരു എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കിയാൽ നമുക്ക് കിട്ടും. സിലിക്കൺ 1430, ഫോസ്ഫറസ് 1531, അതുപോലെ തന്നെ സൾഫർ 1632. സോ ദീസ് ആർ ദ എക്സാമ്പിൾ. കണ്ടോ? സൾഫർ 1632. ഇത് മൂന്നും, അല്ലെങ്കിൽ ഇതൊരു പെയറാണ്. ഇത് എന്തിനുള്ള എക്സാമ്പിളാണ് ഈ ഒരു പെയർ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂന്നെണ്ണം, സൾഫർ 1430, ഫോസ്ഫറസ് 1531, സൾഫർ 1632 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിന് എക്സാമ്പിളാണ്? സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ. നിങ്ങളത് കുറച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. ന്യൂട്രോണുകളുടെ എണ്ണം സെയിം ആയിരിക്കും. സോ ഈ ഇത്തരം സ്പീഷീസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഐസോട്ടോൺസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വാട്ട് ഈസ് മുമ്പേ റേഡിയോ ആക്ടിവിറ്റി. നമ്മൾ റേഡിയോ ആക്ടിവിറ്റിയിലേക്ക് കടക്കുകയാണ്. നമ്മളിതുവരെ എന്താണ് ന്യൂക്ലിയർ കെമിസ്ട്രി, എന്താണ് അതിൻ്റെ ഐസോട്ടോപ്പ്, ഐസോബാർ, ഐസോട്ടോൺസ് ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ന്യൂക്ലിയസിനെ പറ്റിയാണ് പറഞ്ഞത്. ഇനി ഇറ്റ് ഈസ് എ ഫിനോമിനൻ. ഇനി ചില ഈ ന്യൂക്ലിയസിന് ഒരു പ്രത്യേകതയാണ്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? ന്യൂക്ലിയസിന് നമ്മൾ ആദ്യം ന്യൂക്ലിയസ് കണ്ടു. ആ ന്യൂക്ലിയസിനകത്ത് ചില വീരന്മാരിരിക്കേണ്ടത് നമ്മൾ പഠിച്ചു, പ്രോട്ടോണ്, ന്യൂട്രോണ്. ഈ ന്യൂക്ലിയസിന്, ഇങ്ങനെ ഇരിക്കുന്ന ന്യൂക്ലിയസിന് ചില പ്രത്യേകതകളുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ certain nuclei spontaneously emits certain active rays or certain active radiation. This is called radioactivity. ഇതിനെയാണ് നമ്മൾ, ഈ ഒരു ഫിനോമിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് certain active rays by certain nuclei. എല്ലാ ന്യൂക്ലിയൈ ഇല്ല, certain nuclei. So certain nuclei, they were emit spontaneously certain active rays that
പ്രോപ്പർട്ടി ഓഫ് എ ന്യൂക്ലിയർ ഈസ് കോൾഡ് റേഡിയോ ആക്ടിവിറ്റി. മനസ്സിലായോ പറഞ്ഞത് എന്താണ്? അപ്പോൾ ഈ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആരുടെ പ്രോപ്പർട്ടി? ഇലക്ട്രോണിൻ്റെ പ്രോപ്പർട്ടിയാണോ? അല്ല. ഓർബിറ്റലിൻ്റെ പ്രോപ്പർട്ടിയാണോ? അല്ല. പിന്നെ അത് ആരുടെ പ്രോപ്പർട്ടിയാണ്? ന്യൂക്ലിയറിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? റേഡിയോ ആക്ടിവിറ്റി ഈസ് എ ന്യൂക്ലിയർ പ്രോപ്പർട്ടി. ഇറ്റ് ഈസ് എ ന്യൂക്ലിയർ പ്രോപ്പർട്ടി. സോ ഇറ്റ് ഇൻവോൾവ്സ് ദ സ്പോണ്ടേനിയസ് ഡീകേ. സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞാൽ എന്താ മോനെ? അറ്റ് എ ടൈം, നാച്ചുറലായിട്ട്, നമ്മളൊന്നും ചെയ്യേണ്ട. നോക്കൂ, ഒരു വലിയ മലയുടെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നത് നമ്മൾ മോട്ടർ വെച്ചിട്ടാണ് മലൻ്റെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നത്? അല്ല, അത് സ്പോണ്ടേനിയസ് ആണ്. മലൻ്റെ മുകളിൽ നിന്ന് വെള്ളം താഴേക്ക് വീഴുന്നത് സ്പോണ്ടേനിയസ് ആണ്. എന്നാൽ കിണറിൽ കിടക്കുന്ന വെള്ളം നമ്മുടെ വീടിൻ്റെ മുകളിലേക്ക് എത്തുന്നത് സ്പോണ്ടേനിയസ് ആയിട്ട് എത്തുമോ? വെറുതെ എത്തുമോ? ഇല്ല. അവിടെ നമ്മൾ മോട്ടർ വെക്കണം, വർക്ക് ചെയ്യാൻ ഒരാളെ വെക്കണം, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കണം. അതിനെയാണ് നമ്മൾ നോൺ സ്പോണ്ടേനിയസ് എന്ന് വിളിക്കുന്നത്. സോ നാച്ചുറൽ പ്രോസസ്സുകളെയൊക്കെ നമ്മൾ സ്പോണ്ടേനിയസ് എന്ന് പറയാം. അപ്പോൾ ആ ഒരു സംശയം മാറിയില്ല നിങ്ങൾക്ക് സ്പോണ്ടേനിറ്റി എന്താണെന്നുള്ളത്. അപ്പോൾ സ്പോണ്ടേനിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ നാച്ചുറൽ പ്രോസസ്സ് ആർ സ്പോണ്ടേനിയസ് എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സ്പോണ്ടേനിയസ് പ്രോസസ്സാണ്. ദ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് സർട്ടൺ ആക്റ്റീവ് റേസ് ബൈ സർട്ടൺ ന്യൂക്ലിയൈ ആൻഡ് ഇറ്റ് ഈസ് എ ന്യൂക്ലിയർ പ്രോപ്പർട്ടി ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് ദ സ്പോണ്ടേനിയസ് ഡീകേ ഓഫ് അൺസ്റ്റേബിൾ ന്യൂക്ലിയൈ. അൺസ്റ്റേബിൾ ന്യൂക്ലിയൈ ആണ് ഇങ്ങനെ എന്ത് ചെയ്യുക? സ്പോണ്ടേനിയസ് ആയിട്ട് ഏതെങ്കിലും പാർട്ടിക്കിൾസിനെ എന്തൊക്കെയോ റേസ് പുറത്തു വിട്ടിട്ട് സ്റ്റേബിൾ ആവുക. മനസ്സിലായോ പറഞ്ഞത്? അപ്പം നമ്മുടെ അടുത്ത് ഈ ഒരു ന്യൂക്ലിയസ്, നമ്മളാകുന്ന ന്യൂക്ലിയസിനൊക്കെ എന്ത് കിട്ടി? ഒരുപാട് പൈസ നമുക്ക് കളഞ്ഞു കിട്ടി. അപ്പം നമുക്ക് എന്തായി? സ്റ്റെബിലിറ്റി കുറഞ്ഞു. നമുക്ക് പിന്നെ ആ പൈസ തീർത്താലേ നമുക്ക് സമാധാനമുള്ളൂ. നമ്മളെന്താ ചെയ്യുക? നമ്മൾ നേരെ എവിടെയെങ്കിലും പോകും, നമ്മൾ സാധനങ്ങൾ വാങ്ങും, ഭക്ഷണം വാങ്ങും, കഴിക്കും, നമ്മൾ ഇങ്ങനെ നടക്കും അല്ലേ? സോ ഇതേപോലെ നമ്മൾ എമിറ്റ് ചെയ്ത് കളയുക ചെയ്യുക, പൈസയൊക്കെ നമ്മൾ ഒഴിവാക്കും എങ്ങനെയെങ്കിലും. സോ ഇതേപോലെ തന്നെ ഒരു ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഒരു അൺസ്റ്റെബിലിറ്റി വന്നു കഴിഞ്ഞാൽ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് സ്പോണ്ടേനിയസ് ആയിട്ട് റേഡിയേഷൻ എമിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ എക്സ്ട്രാ എനർജിയെ അത് ഒഴിവാക്കും. സോ ഈ പ്രോസസ്സിന് നമ്മൾ പറഞ്ഞ പേരാണെന്ത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത്. മനസ്സിലായി പറഞ്ഞത്? ഈ പ്രോസസ്സിന് പറഞ്ഞ പേരാണെന്ത്? റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഒരു this phenomenon is completely independent of the chemical state of the element. This phenomenon, that is the radioactivity phenomenon, is completely independent of the chemical state of the element. കണ്ടോ? ഇത് എലമെൻറ്റിൻ്റെ കെമിക്കൽ സ്റ്റേറ്റിനെയോ അതല്ലെങ്കിൽ ആസ് വെൽ ആസ് ദ ഫിസിക്കൽ കണ്ടീഷൻ ഓഫ് ആൻ എലമെൻറ്റ് അതിനൊന്നും ബാധിക്കില്ല. സച്ച് ആസ് ടെമ്പറേച്ചർ, പ്രഷർ പോലെയുള്ള ഫിസിക്കൽ കണ്ടീഷൻ ഇത് ബാധിക്കില്ല. കെമിക്കൽ സ്റ്റേറ്റിനെ ബാധിക്കുന്നില്ല. ഇത് എന്തിനെ മാത്രമേ ഉള്ളൂ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ഓൺലി ഓൺ ദ ന്യൂക്ലിയസ്. ഇറ്റ് ഈസ് എ ന്യൂക്ലിയർ പ്രോപ്പർട്ടി. ഓക്കെ, അതാണ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി വരുന്ന മറ്റൊരു ടേമാണ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി. എന്താണ് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ? ഒന്നുമില്ല, നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ന്യൂക്ലിയസിൽ നിന്നും പുറപ്പെടുന്ന റേഡിയോ ആക്ടിവിറ്റിയെ വിളിക്കുന്ന പേരാണിത് നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി. ഓക്കെ, നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി. എന്താ നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി? നാച്ചുറലി ഉള്ള, അതായത് സ്റ്റേബിളായിട്ടുള്ള റേഡിയോ ആക്റ്റീവ് അസോസിയേറ്റഡ് വിത്ത് നേച്ചറിലുള്ള റേഡിയോ ആക്ടിവിറ്റി ഉണ്ട്. സോ റേഡിയോ ആക്ടിവിറ്റി അസോസിയേറ്റഡ് വിത്ത് നാച്ചുറലി ഒക്കറിങ് ന്യൂക്ലിയൈ സച്ച് ആസ് തോറിയം, യുറേനിയം, പ്ലൂട്ടോണിയം, റേഡിയം. ഓക്കെ, റേഡിയം. സോ ഇതേപോലെയുള്ള എലമെൻസിൽ നിന്നും പുറത്തു വരുന്ന റേഡിയോ ആക്ടിവിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നാച്ചുറൽ റേഡിയോ ആക്ടിവിറ്റി വിളിക്കുന്നത്. ഈ റേഡിയോ ആക്ടിവിറ്റിൻ്റെ ഫലമായിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുറേ റേസ് പുറത്തേക്ക് പോകുന്നു അല്ലേ? ഏതൊക്കെ റേസാണ് റേഡിയോ ആക്ടിവിറ്റിൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് പോകുന്നത്? നിങ്ങൾക്കറിയാം, നമ്മളൊക്കെ അത് ചെറിയ ക്ലാസ് മുതലേ നമ്മൾ പഠിക്കുന്നുണ്ട്. ആൽഫ റേസ്, ബീറ്റ റേസ് ആൻഡ് ഗാമ റേസ് അല്ലേ? ഏതൊക്കെ റേസാണ് റേഡിയോ ആക്ടിവിറ്റിൻ്റെ ഫലമായിട്ട് പുറത്തേക്ക് പോകുന്നത്? ആൽഫ റേസ്, ബീറ്റ റേസ് ആൻഡ് ഗാമ റേസ്. നിങ്ങൾക്കറിയാം ആൽഫ റേസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ചാർജുള്ള റേസാണ്, പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആൽഫ പാർട്ടിക്കിൾസ് എന്ന് വിളിക്കുന്നത്. ബീറ്റ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസാണ്. ഗാമ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ ചാർജ് ഇല്ലാത്ത പാർട്ടിക്കിൾസാണ്, ന്യൂട്രൽ പാർട്ടിക്കിൾസാണ്. ആൽഫ പാർട്ടിക്കിൾസ് വിച്ച് ഈസ് സിമിലർ ടു ഹീലിയം ന്യൂക്ലിയസ് അല്ലേ, വിച്ച് കണ്ടെയ്ൻ 2 protons and 4 മാസ് നമ്പർ. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഹീലിയം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞാൽ ആൽഫ പാർട്ടിക്കിൾ നമ്മുടെ ഒരു സിസ്റ്റത്തിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു ഹീലിയം ന്യൂക്ലിയസിൻ്റെ അളവ് കുറയും, ഒരു ഹീലിയം ന്യൂക്ലിയസിൻ്റെ മാസ് കുറയും. എന്ന് പറഞ്ഞാൽ ഹീലിയം ന്യൂക്ലിയസിൻ്റെ 2 ആറ്റോമിക് നമ്പർ കുറയും, മാസ് 4 കുറയും. ഓക്കെ, എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ബീറ്റ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺസ്. കണ്ടോ, ഒരു സിസ്റ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തു പോകുന്ന ഇഫക്റ്റ് ഉണ്ടാവുക, സിസ്റ്റത്തിൽ നിന്നൊരു ഇലക്ട്രോൺ പുറത്തു പോകുന്നൊരു ഇഫക്റ്റ് ഉണ്ടാവുക. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സെക്കൻഡറി എമിഷൻ. ഗാമ ഈസ് എ സെക്കൻഡറി എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ആൽഫ പോകുമ്പോഴും ഗാമ പോവും, ബീറ്റ പോകുമ്പോഴും ഗാമ പോവും. മനസ്സിലായില്ലേ? ഗാമ അങ്ങനെയാണ്.
അതായത് വീട്ടിൽ അപ്പനും അമ്മയും മോനുമാണുള്ളത്. അപ്പനും അമ്മയും മോനുമാണുള്ളത്. അപ്പൻ കുറച്ച് വാശിക്കാരനും കുറച്ച് ഗൗരവക്കാരനുമാണ്. അപ്പൻ കുറച്ച് വലിയ ആളാണ്, പോസിറ്റീവ് ചാർജ് ഉള്ള ആളാണ്. അപ്പനാണ് വീട്ടിൻ്റെ വലിയ ആൾ. അയാളുടെ മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഹീലിയം ന്യൂക്ലിയസിൻ്റെ മാസിന് സമാനമാണ്. അമ്മ പാവം, അമ്മ ഒരു പാവം പിടിച്ച അമ്മയാണ്. അമ്മ ഇലക്ട്രോണിൻ്റെ മാസാണ്, ഇലക്ട്രോണിൻ്റെ സൗകര്യമാണ് അമ്മയുള്ളത്. ഇപ്പോൾ ഹീലിയം ന്യൂക്ലിയസ് ഒരു ആറ്റമാണോ ഇലക്ട്രോൺ ആണോ വലുത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ആറ്റമാണ് വലിയ ആൾ. ഈ ഗാമ എന്ന് പറഞ്ഞാൽ മക്കളാണ്. അച്ഛൻ ഇവിടുന്ന് എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മൾ അച്ഛൻ്റെ കൂടെയും പോവും. ഈ അമ്മ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ അമ്മൻ്റെ കൂടെയും ഗാമ പോവും. ദാറ്റ്സ് ഓൾ. ഓക്കെ, മനസ്സിലായല്ലോ പറഞ്ഞത്. ഇതാണ് എന്ന് പറയുന്നത് 3 ടൈപ്പിലുള്ള റേഡിയോ ആക്റ്റീവ് റേസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കുന്നത് തിയറി ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് തിയറി ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ. ഓക്കെ, തിയറി ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ. തിയറി ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ചെറുതാക്കി എഴുതിയത്, നിങ്ങളത് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ തന്നെ എഴുതണം. റാഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടേമൊന്നും ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ ഇല്ല. അലിസാർ ഇങ്ങനെ ജസ്റ്റ് എഴുതിയേ ഉള്ളൂ കേട്ടോ. റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണെന്ന്. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. ഇറ്റ് ഈസ് പ്രപ്പോസ്ഡ് ബൈ, ദിസ് തിയറി ഈസ് പ്രപ്പോസ്ഡ് ബൈ റൂദർഫോർഡ് ആൻഡ് സോഡി. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റൂദർഫോർഡിനെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. റൂദർഫോർഡ് ആൻഡ് സോഡി 1902 ഇവരിത് പ്രപ്പോസ് ചെയ്തത്, ഈ തിയറി പ്രപ്പോസ് ചെയ്തത്. എന്താണ് ഈ തിയറി പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ്, ഒന്നുമില്ല മോനെ, റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷനാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, atoms of all radioactive element undergo spontaneous disintegrations with emission of alpha or beta particle to yield atoms of new elements. So this is called what? Theory of radioactive disintegration. വളരെ സിമ്പിൾ. എന്താണ് ഇതിൽ പറയുന്നത്? തിയറി ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷനിൽ എന്താ പറയുന്നത്? റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോ ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ് സ്പോണ്ടേനിയസ് ആയിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം അതിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ബീറ്റ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യും. അങ്ങനെ എന്ത് ഫോം ചെയ്യും? പുതിയൊരു ന്യൂക്ലിയസ് ഫോം ചെയ്യും. നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്കൊന്ന് എളുപ്പത്തിൽ ഈ ഒരു കാര്യമൊന്ന് പിടികിട്ടാൻ വേണ്ടിയിട്ട് നോക്കിയേ. ഞാനിവിടെ ഒരു യുറേനിയം 92 238 ഇതാണ് യുറേനിയം. ഇവിടെ നിന്നൊരു ആൽഫ പാർട്ടിക്കിളാണ് പുറത്ത് പോകുന്നതെങ്കിൽ, പുറത്ത് പോവുകയാണെങ്കിൽ, എലിമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായിരിക്കും എനിക്കിവിടെ ഉണ്ടാവുക അല്ലേ? ഇവിടെ നിന്നൊരു ആൽഫ പാർട്ടിക്കിൾ പുറത്ത് പോവുകയാണെങ്കിൽ ഇവിടെ എനിക്കുണ്ടാകുന്ന സ്പീഷീസ് ഏതാണ്? സിമ്പിളാണ് പറയാൻ. കാരണം ഞാൻ പറഞ്ഞു, ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് സിമിലർ ടു എ ഹീലിയം ന്യൂക്ലിയസ് 2,4. ഒരു ആൽഫ പാർട്ടിക്കിൾ ഇവിടുന്ന് ഇതിൽ നിന്ന് പുറത്ത് പോകുമെന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 2 കുറയും, മാസ് നമ്പർ 4 കുറയും. അത്രയേ ഉള്ളൂ. അറ്റോമിക് നമ്പർ 2 കുറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 92 നിന്ന് ഹീലിയം, ഒരു ആൽഫ പാർട്ടിക്കിൾ പുറത്ത് പോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ഇത് 90 ആയിട്ട് മാറും. നമുക്കറിയാം, അറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്താൽ തന്നെ എലമെൻറ്റ് മാറി. അപ്പോൾ നമ്മൾ പിന്നെ യുറേനിയം നമ്മൾ എഴുതിയിട്ട് കാര്യമില്ല, യുറേനിയം പോയി. യുറേനിയത്തെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തോറിയം ആണ്. തോറിയമാണ് 90യുടെ ആൾ. മാസ് നമ്പർ എത്ര ആയിട്ട് മാറിയിട്ടുണ്ടാവും? 234 പ്ലസ് ഒരു ഹീലിയം ന്യൂക്ലിയസ് ആണ് ഇതിന് സമാനമായിട്ടുള്ളത് പോയത്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്? പുതിയൊരു എലമെൻറ്റ്. എന്താ സംഭവിച്ചത്? ഇത്രയേ ഉള്ളൂ. ഇതാണ് ലോ ഓഫ് ഡിസിൻറ്റഗ്രേഷൻ, തിയറി ഓഫ് ഡിസിൻറ്റഗ്രേഷൻ. എന്താ തിയറി പറയുന്നത്? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ളൊരു എലമെൻറ്റാണ്. ആ എലമെൻറ്റിൽ നിന്നും സ്പോണ്ടേനിയസ് ഡീകെ ആൽഫ അല്ലെങ്കിൽ ബീറ്റ, ഇവിടെ ആൽഫയാണ് പോയത്, ടു ഫോം എ ന്യൂ എലമെൻറ്റ്സ്. കണ്ടല്ലോ, ഇതിനെയാണ് നമ്മൾ തിയറി ഓഫ് റേഡിയോ ആക്റ്റീവ് ഡിസിൻറ്റഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഒരു ബീറ്റ എമിഷനാണ് നമുക്ക് ഇതിൽ നിന്ന് പോകുന്നത് വിചാരിക്കുക. ഒരു ബീറ്റ എമിഷൻ നമുക്ക് സംഭവിക്കുക വിചാരിക്കുക. തോറിയം 90 ഞാനെടുത്തു. തോറിയം 90 234. ഇതിനെ ഞാനൊരു ബീറ്റ എമിഷൻ നടക്കുകയാണ്. ബീറ്റ പാർട്ടിക്കിൾ പുറത്തേക്കും. ഞാൻ പറഞ്ഞു ബീറ്റ പാർട്ടിക്കിൾ സിമിലർ ടു ഇലക്ട്രോൺ അല്ലേ? ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, പിന്നെ -1 ആണല്ലേ? -10 എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിൽ സംഭവിക്കുക? ഇതിലേക്ക് ഒരു ഇലക്ട്രോൺ ഇതിൽ നിന്ന് പോവുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ചാർജ് ഇലക്ട്രോൺസ് ഇതിലേക്കൊന്ന് എന്താണ് ഒരു ഇലക്ട്രോൺസ് എങ്ങനെയാണ്? പ്രോട്ടോണും മാസ് നമ്പറിന് വ്യത്യാസമൊന്നുമില്ല, ന്യൂട്രോൺ അത് തന്നെ. അപ്പോൾ പ്രോട്ടോണിന് എന്തോ ഒരു മാറ്റം ഉണ്ട് അല്ലേ? അതല്ല ഇതിനകത്ത് കാണിക്കുന്നത്. മാസ് നമ്പർ 0, മാസ് നമ്പറിന് മാറ്റമൊന്നുമില്ല, അത് ആദ്യത്തെ മാസ് തന്നെ. എന്നാൽ ഇവിടെ എന്തിന് മാറ്റം വന്നു? ഇലക്ട്രോൺസിൻ്റെ അടുത്ത് മാറ്റം വന്നു എന്ന് പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസിനുള്ള പ്രോട്ടോൺ അതിന് ചേഞ്ച് സംഭവിച്ചു. അപ്പം ഒരു ഇലക്ട്രോൺ ഡിസിൻറ്റഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസ് ഒന്ന് കൂടും. എന്താ സംഭവിക്കുക? ഇലക്ട്രോൺ പോകാമെന്ന് പറഞ്ഞാൽ പ്രോട്ടോണിൻ്റെ മാസ് എന്ത് ചെയ്യും? അതായത് ഇതിൻ്റെ പ്രോട്ടോണിൻ്റെ മാസ് ഒന്ന് കൂടുകയാണ് ചെയ്യുക. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന 91 കിട്ടും അല്ലേ മക്കളെ?
അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഡൗട്ട് വരും. 91 ഇവിടെ കിട്ടുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും സാർ എലമെൻറ്റ് വരിക? പി എ. ഓക്കെ, 234 ഇതാണ് പ്ലസ് ഇലക്ട്രോൺ. ഇതാണ് എന്തെന്ന് വിളിക്കുന്നത്? ബീറ്റ ഡി കെ നടക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം. അപ്പോൾ ഇതിനെ ഫോം ചെയ്തുകൊണ്ട് വന്ന മറ്റൊരു ലോയാണ് ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ, നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് തന്നെ എഴുതിക്കോ. ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. എന്താണ് ഈ ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതും ഇതേപോലെ തന്നെ എളുപ്പമുള്ള സാധനമാണ്. നമ്മൾ കണ്ടു, ദിസ് ലോ ഇസ് പ്രൊപ്പോസ്ഡ് ബൈ സോഡി, ഫജൻസ് ആൻഡ് റുസൽ. സോഡി, ഫജൻസ് ആൻഡ് റുസൽ ഇവരാണ് ഈ ലോ പ്രപ്പോസ് ചെയ്തത്. അപ്പോൾ ഈ ലോ എന്താ പറയുന്നത്? ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പം, ഇവിടെ നമ്മൾ തന്നു, ആൽഫ പാർട്ടിക്കിൾ എമിറ്റ് ചെയ്യുമ്പം എന്ത് സംഭവിച്ചു? ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഇതിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് 92 എന്നുള്ളത് 2 സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറി. ഇപ്പോൾ പീരിയോഡിക് ടേബിൾ എല്ലാവർക്കും അറിയാം അല്ലേ? ഇങ്ങനൊരു പീരിയോഡിക് ടേബിളാണ്. അപ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിൽ കാണും ഒരു പീരിയോഡിക് ടേബിൾ. അപ്പോൾ 92 ഇവിടെയാണെങ്കിൽ ഈ ആൽഫ എമിറ്റ് ചെയ്യുമ്പം അതിൻ്റെ ഗ്രൂപ്പ്, എലമെൻറ്റിൻ്റെ ഗ്രൂപ്പ് എന്തായി? 2 മാറി ഇവിടെ വരും അല്ലേ? കാരണം 90 ആയിട്ട് മാറില്ല. 90 എന്ന് പറഞ്ഞാൽ 91, 92. സോ 2 സ്ഥാനം ലെഫ്റ്റിലേക്ക് പോകും. അപ്പോൾ ഇതിനെയാണ് ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഗ്രൂപ്പ് ചേഞ്ച് ചെയ്തു ആൽഫ എമിറ്റ് ചെയ്തപ്പം. സോ എമിഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ചേഞ്ച് വെൻ ആൻ ആൽഫ പാർട്ടിക്കിൾ ഈസ് എമിറ്റഡ് ഇൻ റേഡിയോ ആക്റ്റീവ് ചേഞ്ച് എ ന്യൂ എലമെൻറ്റ് ഫോമിൽ ലൈസ് ഇൻ എ ഗ്രൂപ്പ് 2 പ്ലേസ് ടു ദ ലെഫ്റ്റ്. കണ്ടില്ലേ? ലെഫ്റ്റിലേക്ക് 2 പ്ലേസ് ലെഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യും. വൈൽ 2 പ്ലേസ് ലെഫ്റ്റ് ഓഫ് ദ പാരൻ്റ് എലമെൻറ്റ്സ് ഓഫ് പീരിയോഡിക് ടേബിൾ. ഇനി വൈൽ ദ ബീറ്റ പാർട്ടിക്കിൾ ഈസ് എമിറ്റഡ് എ ന്യൂ എലമെൻറ്റ് ഫോമിൽ ലൈസ് ഇൻ എ ഗ്രൂപ്പ് 1 place to the right of the parent element. 1 place right to the parent element. എന്താ സംഭവിച്ചത്? അറ്റോമിക് നമ്പർ ഒന്ന് കൂടി, അതുകൊണ്ടാണ് 1 place റൈറ്റിലേക്ക് എന്ത് ചെയ്തത്? അത് പിന്നെ ഇതാ പോയത്. സോ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റേഡിയോ ആക്റ്റീവ് എന്ത് വിളിക്കുന്നത്? ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ എന്ന് വിളിക്കുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ഗ്രൂപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് ലോ. സോ ഇതിന് കൂടുതൽ എക്സാമ്പിളുകൾ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം, റേറ്റ് ഓഫ് ഡി കെ ആൻഡ് ഡി കെ കോൺസ്റ്റൻറ്റ്. റേറ്റ് ഓഫ് ഡി കെ ആൻഡ് ഡി കെ കോൺസ്റ്റൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം, റേറ്റ് ഓഫ് ഡി കെ. ഇൻ എ റേഡിയോ ആക്റ്റീവ് ഡി കെ, നമ്പർ ഓഫ് ആറ്റംസ് ഡീക്കേയിങ് അറ്റ് എ ടൈം ടി. ഇൻ എ റേഡിയോ ആക്റ്റീവ് ഡി കെ, നമ്പർ ഓഫ് ആറ്റംസ്, എത്ര ആറ്റം ഡീക്കേ ചെയ്യുന്നു, ഡീക്കേ അറ്റ് എ ടൈം ടി is proportional to the number of such atom present in that instant, n, the number of atoms present in that instant. അപ്പോൾ ഡി കെ കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റീവ് ഡി കെ എന്ന് പറഞ്ഞാൽ, റേഡിയോ ആക്റ്റീവ് ഡി കെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റംസ് ഡീക്കേയിങ് അറ്റ് എ ടൈം ടി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആറ്റത്തിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ഡീക്കേയും കൂടുതലായിരിക്കും, ആറ്റത്തിൻ്റെ എണ്ണം കുറവാണെങ്കിൽ ഡീക്കേയും കുറവായിരിക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് മാത്തമാറ്റിക്കൽ ടേമിൽ എഴുതുകയാണെങ്കിൽ ദറ്റ് ഈസ് മൈനസ് ഡി എൻ ബൈ ഡി ടി ഈസ് പ്രൊപ്പോർഷണൽ ടു എൻ എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ദറ്റ് ഈസ് റേഡിയോ ആക്റ്റീവ് ഡി കെ, ദറ്റ് ഈസ് നമ്പർ ഓഫ് ആറ്റം ഡീക്കേയിങ് at a time t, number of atom decaying at a time t is proportional to the atom present in that instant. ഓക്കെ, ഇങ്ങനെ എഴുതാം. ഇവിടെ നമ്മൾ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു ആക്കാൻ, പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി ഈക്വൽ ടു ആക്കണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ ലാംഡ എന്ന് വിളിക്കുന്നത്. ഹിയർ ലാംഡ ഈസ് എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് കോൺസ്റ്റൻറ്റ് ഈസ് കോൾഡ് ഡിസിൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് ഓർ ഡി കെ കോൺസ്റ്റൻറ്റ്. ബൈ റീഅറേഞ്ചിങ് ദീസ് ഇക്വേഷൻ വിൽ ഗെറ്റ്, മൈനസ് സൈൻ ഇതിനെ ഇൻഡിക്കേറ്റ് ചെയ്തത്, മൈനസ് സൈൻ ഓൺലി ഷോസ് ദ ഡിക്രീസ് ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആസ് ടൈം ഇൻക്രീസ്. ഓക്കെ, അത് മാത്രം കാണിക്കാനാണ് ഇവിടെ നമ്മൾ എന്ത് ഉപയോഗിച്ചത്? നെഗറ്റീവ് ഉപയോഗിച്ചത്. അതുകൊണ്ട് നെഗറ്റീവ് വലിയ സിഗ്നിഫിക്കൻസ് റേറ്റിനകത്തില്ല, നമുക്കറിയാം. സോ നമുക്ക് എന്തെഴുതാം? ഡി എൻ ബൈ ഡി ടിക്ക് പകരം നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്തു അല്ലേ? റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡി എൻ ബൈ എൻ ഈക്വൽ ടു ലാംഡ ഇൻറ്റു ഡി ടി, ലാംഡ ഇൻറ്റു ഡി ടി. സോ ഇതെന്തുപോലെയായി ഈ ഇക്വേഷൻ? ഇറ്റ് ഈസ് ദിസ് സിമിലർ ടു ദാറ്റ് ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ പോലെയായി. ബൈ ഇൻ്റഗ്രേറ്റിംഗ് ദീസ് ഇക്വേഷൻ, നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക മക്കളെ? ഒന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക.
വി ആർ ഇൻ്റഗ്രേറ്റിംഗ് ദിസ് ഇക്വേഷൻ. നിങ്ങൾക്കറിയാം ലാംഡ ഒരു കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്തു, ഇൻ്റഗ്രേഷൻ പുറത്തെടുത്തു. dn/n എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും, ln ആയിട്ട് മാറും. ln അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ വരും. സോ ln n0/n, വേർ n0 ബി ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് അല്ലെങ്കിൽ ഇനീഷ്യൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് n ഈസ് ദ മോളിക്യൂൾ ആഫ്റ്റർ എ ടൈം t അല്ലേ. അപ്പം dt ഉള്ളത് 0 to t മാറ്റണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു വലിയ ടി ടൈം ടി എന്നാക്കാം. സോ നമ്മൾ ഇതിനെ ഒന്ന് എഴുതുമ്പം ഡി കെ കോൺസ്റ്റൻറ്റ് ലാംഡ ഈസ് ഈക്വൽ ടു 2.303/t ഇൻറ്റു log n0/n. ദിസ് ഈസ് ദ ഇക്വേഷൻസ് ഫോർ ഡി കെ കോൺസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് പറഞ്ഞാലോ ഇതെന്താണ്, സിമിലർ ടു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ജനറലായിട്ട് പറയാം എല്ലാ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസും എന്താണ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്. എല്ലാ റേഡിയോ ആക്റ്റീവ് റിയാക്ഷൻസും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻസ് ആണ്. സോ ലാംഡ ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ന്യൂക്ലിയൈ ആൻഡ് ഇറ്റ്സ് യൂണിറ്റ്സ്, ദ യൂണിറ്റ്സ് ഓഫ് ലാംഡ ഈസ് ടൈം ഇൻവേഴ്സ്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടൈം ഇൻവേഴ്സ് ആണ്. ടൈം ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം ഇവിടുത്തെ ടൈം, സെക്കൻഡ് ഇൻവേഴ്സ് ആകാം, മിനിറ്റ് ഇൻവേഴ്സ് ആകാം, അവർ ഇൻവേഴ്സ് ആകാം, ഇയർ ഇൻവേഴ്സ് ആകാം, ഡേ ഇൻവേഴ്സ് ആകാം അല്ലേ. ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിളാണ്, ഇതിൻ്റെ എക്സാമ്പിളുകളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ കാണുന്ന ഒരു ടേമാണ് ഹാഫ് ലൈഫ്. എന്താ മോനെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആയതുകൊണ്ട് ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693/λ. കണ്ടില്ലേ, നമുക്കിങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ടി ഹാഫ്സ് കണ്ടുപിടിക്കാം. എന്താ ഈ ടി ഹാഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ പകുതിയാകാൻ എടുക്കുന്ന സമയം. ഒരു വീട്ടിൽ അച്ഛൻ വലിയൊരു കേക്ക് കൊണ്ടുവന്നു, ആ കേക്ക് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും അത് പകുതിയാകുവാൻ എത്ര സമയം എടുക്കും, ദാറ്റ് ഈസ് കോൾഡ് അതിൻ്റെ ടി ഹാഫ്. കേക്ക് എന്നൊരു ഉദാഹരണം പറഞ്ഞ കേട്ടോ. അപ്പം ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഹാഫ് ലൈഫ് എന്ന് വിളിക്കുന്നത്. ഇതെന്താണ്, ഈ ഇക്വേഷൻ തന്നെ നമുക്കറിയാം, ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ നമ്പർ ഓഫ് മോൾസ് ഓർ കോൺസെൻട്രേഷൻ. നമ്പർ ഓഫ് മോൾസിനെ അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റത്തിനെ ഇത് ഇൻഡിപെൻഡൻ്റ് ആണ് അതിൻ്റെ ടി ഹാഫ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇത്രയും കാര്യങ്ങൾ, വളരെ കുറഞ്ഞ കാര്യങ്ങൾ നമ്മളിന്ന് പഠിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ 2 പ്രോബ്ലംസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഇന്ന് ഒരു അസൈൻമെൻ്റ് ആയിട്ട് നോട്ട്സ് എഴുതിയെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ 3 പ്രോബ്ലംസും, അതായത് ടി ഹാഫും റേറ്റ് കോൺസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡി കെ വെച്ച് ബന്ധിപ്പിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതെനിക്ക് എഴുതി എന്ത് ചെയ്യണം, എല്ലാവരും ക്ലാസ് തീരുന്നതിന് മുമ്പ് എനിക്ക് അയച്ചു തരണം. ഓക്കെ.